ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് വേറൊരു രീതിയിലാണ്. അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ സ്ലൈസ് ഇതിങ്ങനെ വട്ടത്തില് സവാള മുറിച്ചായിരുന്നേ. അപ്പൊ ഇത് കണ്ടോ, ഇത് ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ഒരല്പം വെള്ളം എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കുകയാണ്. ഇട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഇതിന്റെ ആ ഒരു എരിവ് പോലെ ഇല്ലേ, അതങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാൻ ആ സവാള മുറിച്ചത് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു. 5 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്കത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ. അപ്പോഴത്തേന് ബാക്കി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാമേ. ഇത് ചീസാണ്. ഇത് നമ്മൾ തുറന്ന കാരണം കൊണ്ടേ ഇതൊന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നേ. ഇത് ചീസാണ്. ഇത് പൗഡർ പോണക്കത്തെ ചീസാണ്. പിന്നെ ഇതൊരു തക്കാളിക്ക്. ഇത് പനീറാണ്. പിന്നെ പനീർ ആക്ച്വലി ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്ന കാരണം കൊണ്ടേ ഇതിന് വെള്ളമുണ്ട്. പിന്നെ ഇത് ബ്രെഡ്, ഇത് ബട്ടർ. ഇനി വേണ്ടത് മയോണീസ്. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. മയോണീസ്, പിന്നെ പിന്നെ ഒരു ശകലം ഉപ്പ്, ശകലം മുളക് പൊടി വേണേ. മുളക് പൊടി ശകലം മതി. മുളക് പൊടി ഇല്ലെങ്കിൽ ഇടാനോ. പിന്നെ ഇത് ചില്ലി, ഹോട്ട് ചില്ലി ഫ്ലേക്സ് ആണ്. ഇതിട്ടാൽ മതി. ഇത് തക്കാളിക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച് ചെറുതായിട്ട് ഇത് വട്ടത്തി മുറിച്ച് ഞാനിവിടെ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് സവാള ഇടകലം ബട്ടറാണ് പരത്തുന്നത്. ബട്ടർ ഇത് ഇങ്ങനെ എടുത്ത് പുരട്ടി നമുക്ക് ഇങ്ങനെയും പരത്താം. അങ്ങനെ അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി കാണിക്കാമേ. എൻ്റെ കയ്യിൽ മൊത്തം ബട്ടർ പറ്റിയായിരുന്നേ. ഗ്യാസ് ഓണാക്കി ഞാൻ ഇനി നമ്മൾ ഇതിലോട്ട് സവാള ഇങ്ങനെ വെച്ച് കൊടുക്കുവേ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കുവേ. വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചും കൂടെ വെക്കണം കേട്ടോ. സവാള എല്ലാം ഞാൻ ഇതിലോട്ട് വെച്ചു. ഇതേണ്ട തക്കാളിക്ക് ഞാൻ ഇതിൽ വെച്ചു, പനീറും വെച്ചു. ഇവിടെ നമ്മുടെ ഇതെല്ലാം തക്കാളിക്ക, സവാള, പനീർ ടോസ്റ്റ് ചെയ്ത് വെച്ച് ചെറുതായിട്ടൊന്ന് പാനിൽ വെച്ച് എടുത്താൽ മതി. ഇനി ഇത് ഞാൻ മയോണീസും ശകലം മുളക് പൊടി ഇടുവാണ്. മയോണീസും കേച്ചപ്പും ഒരു ശകലം മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്ത് ഇത് മൂന്നും കൂടി മിക്സ് ആക്കി കഴിയുമ്പോൾ നല്ലൊരു സ്പൈസി ടേസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഈ ഒറിഗാനോ നമുക്ക് ഇത് മുറിച്ച് വെക്കാം. ഒറിഗാനോയുടെ ചെറിയ കവറാണല്ലോ ഇത്. പിസ്സയൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ കിട്ടുന്നതാണ്, എടുത്ത് വെക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മളുടെ ഇത് മൊത്തം പനീർ നമുക്ക് ഇത് എടുത്ത് മാറ്റുകയാണ് ഞാൻ. ഒറിഗാനോ തുറന്ന് ഞാൻ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഞാൻ ഈ ചെറിയ ഇതിനകത്ത് ഇട്ട് വെച്ചേ. ഇത് നമുക്ക് കുറച്ച് ബ്രെഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബ്രെഡ് എടുത്ത് നമുക്കിത് ആദ്യം മയോണീസ്, കേച്ചപ്പ്, മുളക് പൊടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തില്ലേ, അത് നമുക്ക് ഇതിലോട്ട് പുരട്ടി കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഒരു ബ്രെഡിൽ ഇത് പുരട്ടി കൊടുത്തേ. അപ്പം അടുത്ത ഇതിൽ ആണ് പുരട്ടി കൊടുക്കുന്നത്. അടുത്ത ബ്രെഡിൽ ബട്ടർ നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പം ഒരെണ്ണത്തേൽ നമ്മൾ ഈ പേസ്റ്റ് മയോണീസ് കേച്ചപ്പ് പേസ്റ്റ് പുരട്ടി കൊടുത്തു. പിന്നെ മറ്റൊരു ബ്രെഡിൽ നമ്മൾ ബട്ടർ പുരട്ടി കൊടുത്തു. ഓക്കെ, നല്ലപോലെ ഇത് പുരട്ടി കൊടുക്കണം. ഇത് ഞാൻ പുരട്ടി കഴിഞ്ഞു. ഇത് പുരട്ടിയിട്ട് ഇനി നമുക്ക് നമ്മൾ ഈ മയോണീസ് പുരട്ടിയില്ലേ, നമ്മൾ അതിലോട്ട് കുറച്ച് സവാള നമ്മൾ ഇത് എടുത്ത് വെക്കണം. സവാള ഉണ്ടാക്കി വെച്ചില്ലേ, അത് എടുത്ത് വെക്കണം. കുറച്ച് മൊത്തത്തിൽ ആകുന്ന പോലെ വെക്കണേ. പിന്നെ ഇനി നമുക്ക് പനീർ 3 പീസ്. ഞാൻ 6 പീസല്ലേ 2 പേർക്കുള്ളതായിരുന്നു. അപ്പം 3 പീസിൽ അതിൽ 3 പീസ് വെച്ച്. അപ്പം പനീർ 3 പീസ് വെച്ച് കൊടുത്തു. ഇനി ഞാനിത് തക്കാളിക്ക് ഒരു 3 എണ്ണം വെച്ച് കൊടുത്തു. ഇനി നമുക്കല്ല ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണമേ.
ഒരു നുള്ളു ഉപ്പിട്ട് ഇങ്ങനെ വിതറി വിതറി കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കൊടുക്കണം ഒറിഗാനോ. ഇല്ലേ, ഒറിഗാനോ നമ്മളൊന്ന് ഇങ്ങനെ വിതറി കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തു കഴിയുമ്പം ഒരു ചെറിയൊരു മസാല പോണക്കൊരു ടേസ്റ്റ് ആകും. ഇതിലേക്ക് ഒരല്പം ചീസും കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാനൊരു ശകലം കയ്യിലോട്ട് എടുത്തു. കുറച്ച് ഒരു സ്പൂണോളം ചീസ് എടുത്ത് ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തു. വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ എല്ലായിടത്തും വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബട്ടർ പുരട്ടിയ ബ്രെഡ് ഇതിലോട്ട് വെച്ച് കൊടുത്തു. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെയാണ് ബ്രെഡ് എടുത്ത് നമ്മൾ 2 ബ്രെഡും സെറ്റ് റെഡിയായി. അപ്പം നമ്മൾ ഒരു പാനിൽ ഒരല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാൻ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പുരട്ടി കൊടുക്കുകയാണ്. ഇത് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം 2 ബ്രെഡും കൂടെ ഇതിലോട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചും ഇടണം. നമുക്ക് കരിയാതെ നോക്കണം. തിരിച്ചും മറിച്ച് വെച്ച് കൊടുക്കണം. ഇതിന് പുറത്തോട്ട് നമ്മൾ ഒരല്പം ബട്ടറും കൂടെ പുരട്ടി കൊടുത്തു. മറിച്ചിടുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടിലും പുരട്ടി കൊടുത്തു. പുരട്ടി കൊടുത്തിട്ട് നമ്മളിത് നല്ലപോലെ ബട്ടർ പുരട്ടി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ കരിയാതെ കിട്ടും. നല്ലപോലെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് ക്രഞ്ചി ആയിട്ടും നമുക്ക് കിട്ടും. ഇങ്ങനെ അപ്പം ഞാനിത് നല്ലപോലെ പുരട്ടി കൊടുക്കുവാണ്. നല്ലപോലെ പുരട്ടി കൊടുത്തു. ഓക്കെ, അപ്പം നമുക്കിത് ഇനി മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ നോക്കണം. ഇത് കണ്ടോ, ഞാനിത് മറിച്ചിട്ടു. നമുക്ക് മറ്റേതും കൂടെ മറിച്ചിടാം. രണ്ടും ഞാനിത് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടെ നമുക്കൊരു അധിക സമയമൊന്നും വേണ്ട. ഇത് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് പിന്നെ ഈ പേസ്റ്റ് ഇതുണ്ടാക്കിയത് ബാക്കിയുള്ളത് നമ്മൾ ഈ ബ്രെഡിൽ ടച്ച് ചെയ്ത് പിള്ളേർക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ വിശക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് ഇത്. അപ്പോൾ ഇങ്ങനെയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. എപ്പോഴും നമ്മൾ ഒരുപോലെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടത്തില്ലല്ലോ. നമുക്ക് ഒരേ ടേസ്റ്റ്, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പലതരത്തിൽ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇതല്ലാതെ വേറെ രീതിയും അറിയാം. ഇതിന് മുന്നേ ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കണ്ട് നോക്കണം. അതും ഒരു നല്ല ടേസ്റ്റാണ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 ബ്രെഡും ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടു കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞ് അപ്പം നമ്മളുടെ ഈ ചീസ് വെച്ചിട്ടില്ലേ, അതൊന്ന് നല്ലപോലെ മെൽറ്റ് ആകണം. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിരിക്കുന്നത്. അപ്പം നല്ല ബ്രെഡ് നമ്മളുടെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് നിർത്തി വെച്ചു. അപ്പം ബ്രെഡ് ഞാൻ എടുക്കുകയാണ്. എടുത്തു പ്ലേറ്റിനകത്തോട്ട് വെച്ച് കഴിഞ്ഞ് 2 പ്ലേറ്റിലോട്ടും കൂടെ ഞാൻ വെച്ചു. ഇനി നമുക്ക് അടുത്ത രീതി എങ്ങനെയാണെന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനൊരു കത്തി എടുത്തിട്ട് നമ്മൾ ഓരോ കോർണർ വെച്ച് വേണം കട്ട് ചെയ്യാൻ. നമ്മളുടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ബ്രെഡ് വരുന്നത് കട്ട് ചെയ്യുമ്പോൾ. അപ്പം കോർണർ വെച്ച് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ ഒന്ന് 2 സൈഡിൽ നിന്ന് ഒന്ന് ഫിംഗർ ഒന്ന് വെച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പം ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഇരിക്കും. അപ്പം ബ്രെഡ് നമ്മളുടെ കട്ട് ചെയ്ത് ഇത് കണ്ടോ, ബ്രെഡ് ചീസും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇരിക്കുന്ന കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് ബ്രെഡ് ഇത് കഴിക്കാനായിട്ട്. ബ്രെഡ് 2 ബ്രെഡും കൂടെ ഞാൻ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളുടെ ബ്രെഡ് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് കോർണർ ഷേപ്പിൽ കട്ട് ചെയ്തു. അപ്പം 2 ബ്രെഡിൻ്റെയും ഞാൻ ഒരുപോലെ ഇത് കണ്ടു. അകത്തുനിന്ന് നോക്കിയാൽ നല്ല ബ്രെഡ് അകത്തുനിന്ന് കാണാൻ നല്ല ഇതാണ്. ചീസും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേന് ചീസ് ഇല്ലെങ്കിലും നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി പനീർ വേണമെന്നോ ചീസ് വേണമെന്നോ ഒന്നുമില്ല. വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.